US ഫ്യൂച്ചറുകൾ ഫ്ലാറ്റായി തുടരുന്നതും ഏഷ്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായതും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും ഇടിവ് പ്രകടമായിരുന്നു. അമേരിക്കയുടെ ജോബ് ഗ്രോത്തിൽ വന്ന ഇടിവും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉയർന്നതിനെ തുടർന്ന് S&P 1.6%, നാസ്ഡാക്ക് 2% ഇടിഞ്ഞിരുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ ഇൻഡെക്സും 2% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. MSI ഏഷ്യ സ്പെസിഫിക് ഇൻഡെക്സ് 0.3% ഇടിയുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $69 പെർ ബാരൽ എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നുമുണ്ട്. ഇന്ന് DLF, മാരിക്കോ, ബോഷ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, എക്സോ നോബൽ ഇന്ത്യ, അരബിന്ദോ ഫാർമ, ആസാദ് എഞ്ചിനീയറിംഗ്, ഡെൽറ്റ കോർപ്പ്, EIH ഹോട്ടൽസ്, എസ്കോട്ട് ക്യൂബേട്ട, അയണോക്സ്, ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ITCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 20% വർദ്ധിച്ച് 16,374 കോടിയിൽ നിന്നും 19,794 കോടിയിലേക്ക് ഉയർന്നു. പക്ഷേ ITCയിൽ നിന്നും 20,925 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. കൂടാതെ പ്രോഫിറ്റിലും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. 5,085 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടേണ്ടടുത്ത് 4,912 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. മാർജിൻ 37.2% നിന്ന് 31.7% ഇടിയുകയും EBITDA 6% വർദ്ധിച്ച് 6,086 നിന്നും 6,261 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. MCXൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 28% വർദ്ധിച്ച് 291 കോടിയിൽ നിന്നും 373 കോടിയിലേക്കെത്തി. 389 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രോഫിറ്റ് 50% വർദ്ധിച്ച് 135 കോടിയിൽ നിന്നും 203 കോടിയിലേക്കെത്തി. 200 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. EBITDA 51% ഉയരുകയും മാർജിൻ 55% നിന്നും 64.8% ഉയരുകയും ചെയ്തതോടൊപ്പം തന്നെ MCX 1:5 എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 9% വർദ്ധിച്ച് 970 കോടിയിൽ നിന്നും 1,089 കോടിയിലേക്കെത്തി. റവന്യൂ 4% വർദ്ധിച്ച് 17,293 നിന്നും 18,035 കോടിയിലേക്ക് എത്തുകയും EBITDA 15% വർദ്ധിച്ച് 3,586 നിന്നും 4,139 എത്തുകയും മാർജിൻ 20% നിന്നും 22% ഉയരുകയും ചെയ്തു. ഡെലിവറിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5% വർദ്ധിച്ച് 2,172 നിന്നും 2,294 എത്തി. പ്രോഫിറ്റ് 67% വർദ്ധിച്ച് 54 കോടിയിൽ നിന്നും 91 കോടിയിലേക്കെത്തി. ഫെഡറൽ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 14% ഇടിഞ്ഞ് 1,010 നിന്നും 862 എത്തി. ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3.7% വർദ്ധിച്ച് 1,501 നിന്നും 1,586 എത്തിയപ്പോൾ നെറ്റ് NPA 0.4 നിന്നും 0.48 എത്തുകയും ഗ്രോസ് NPA 1.8 നിന്നും 1.91% ഉയരുകയും ചെയ്തു. രാംകൃഷ്ണ ഫോർജിങ്സിൻ്റെ റവന്യൂ 5% വർദ്ധിച്ച് 886 നിന്നും 936 എത്തി. EBITDA 8% ഇടിഞ്ഞ് 147 നിന്നും 134 എത്തുകയും പ്രോഫിറ്റ് 49% ഇടിഞ്ഞ് 42 നിന്നും 21 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. നിയോജൻ കെമിക്കലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 10% ഇടിഞ്ഞപ്പോൾ റവന്യൂ 3% വർദ്ധിച്ച് 180 കോടിയിൽ നിന്നും 187 കോടിയിലേക്കെത്തി. ABB ഇന്ത്യയുടെ റവന്യൂ 12% വർദ്ധിച്ച് 2,831 നിന്നും 3,175 എത്തി. EBITDA 23% ഇടിഞ്ഞപ്പോൾ പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 443 കോടിയിൽ നിന്നും 352 കോടിയിലേക്കെത്തി. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 7% വർദ്ധിച്ച് 25,967 യൂണിറ്റ് എസ്റ്റിമേഷനേക്കാളും ഉയർന്ന് 28,956 യൂണിറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ 11% ഇടിവ് വന്നു. ഡൊമസ്റ്റിക് സെയിൽസ് 6% ഇടിഞ്ഞ് 65,953 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഓറിയൻ്റ് ഹോട്ടൽ എന്ന കമ്പനിക്ക് മോഡേൺ കോച്ച് ഫാക്ടറിയിൽ നിന്നും 3.2 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. JSW എനർജി എന്ന കമ്പനി 180 മെഗാവാട്ടും 240 മെഗാവാട്ടും ശേഷിയുള്ള ഹൈഡ്രോ പവർ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ജൂലൈ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റയിൽ 2 വീലർ സെയിൽസ് 21% വർദ്ധിച്ച് 4,49,000 യൂണിറ്റായി ഉയർന്നു. 4,46,000 യൂണിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഡൊമസ്റ്റിക് സെയിൽസ് 18.7% വർദ്ധിച്ചപ്പോൾ എക്സ്പോർട്ട് 64.3% വർദ്ധിച്ചു.
പാന്ത് ഇൻഫിനിറ്റി എന്ന കമ്പനിക്ക് റിച്ച ഇൻഫോസിസ്റ്റം എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും 35 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് NTPCയുടെ സൈഡിൽ നിന്നും 50 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. നൈബ് എന്ന കമ്പനിക്ക് എൽബിറ്റ് സിസ്റ്റത്തിൽ നിന്നും, അതായത് ഇസ്രായേൽ ബേസ്ഡ് കമ്പനിയായ എൽബിറ്റിൽ നിന്നും 6 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ശക്തി പമ്പ് അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ശക്തി EV മൊബിലിറ്റി എന്ന കമ്പനിയിൽ 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് ശക്തി പമ്പ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം.